രണ്ടാഴ്ചയിലേറെയായി രാജ്യത്തുടനീളം തുടരുന്ന അശാന്തിയിൽ കൊല്ലപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത ഇറാനിയൻ പൗരന്മാരുടെ എണ്ണം നന്നായി മനസ്സിലാക്കുന്നതിനായി ഇറാനുമായുള്ള അടുത്ത നടപടികളെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ദേശീയ സുരക്ഷാ സംഘവുമായി കൂടിയാലോചിക്കുകയായിരുന്നു. കൊലപാതകം പ്രധാനപ്പെട്ടതാണ് എന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും തന്റെ ഭരണകൂടം അതനുസരിച്ച് പ്രവർത്തിക്കുമെന്നും ട്രംപ് പറഞ്ഞു. തായ്ലൻഡിന്റെ തലസ്ഥാനത്ത് നിന്ന് രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ട്രെയിൻ ഒരു ബോഗിയുടെ മുകളിൽ ഒരു നിർമ്മാണ ക്രെയിൻ വീണതിനെ തുടർന്ന് പാളം തെറ്റി. കുറഞ്ഞത് 19 പേർ മരിക്കുകയും 80 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഒരു ഫോൺ സംഭാഷണം നടത്തി. വ്യാപാരം, നിർണായക ധാതുക്കൾ, ആണവോർജം, പ്രതിരോധം എന്നീ മേഖലകളിലെ സഹകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വ്യാപാര വിഷയത്തിൽ ഇരുപക്ഷവും തമ്മിൽ ചില ബന്ധങ്ങളുണ്ടാകുമെന്ന് പുതുതായി നിയമിതനായ യുഎസ് അംബാസിഡർ സെർജിയോ ഗോർ പറഞ്ഞതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ജയശങ്കർ റൂബിയോ ഫോൺ കോൾ വന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ ദിഗ്വിജയ് സിംഗ് രാജ്യസഭയിലേക്ക് 3ാം തവണയും മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. നിലവിലെ 6 വർഷത്തെ കാലാവധി 2026 ഏപ്രിൽ 9 അവസാനിക്കും.